നമ്മൾ ഈ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് കാലചക്രം കറങ്ങുന്നതനുസരിച്ച് നമുക്ക് പല പരിവർത്തനങ്ങൾ വരും അല്ലേ. ഇപ്പം എന്നെ തന്നെയാണെങ്കിൽ ഞാൻ മകളായിരുന്നു, സഹോദരിയായിരുന്നു, അങ്ങനെ ഇരുന്നു. അവസാനം ഭാര്യയായി, മരുമകളായിട്ടിരുന്നു, നാത്തൂനായിട്ടിരുന്നു, പല റോളുകളും കഴിഞ്ഞ് അമ്മയായി. ഇനി ഇപ്പം അമ്മായിയമ്മയാകാനുള്ള പ്രായം കൂടെ എത്തി നിൽക്കുന്നു അല്ലേ. അപ്പം നമ്മുടെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ ഗ്രാൻഡ് പേരൻസ് ആവും. നമ്മുടെ മക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ പഴയ എന്നാ പറയണേ, നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ കൂടുക അല്ലേ. അമ്മൂമ്മയാകുമ്പോൾ അമ്മൂമ്മമാർക്ക് മക്കളെ താലോലിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇതല്ലേ. പക്ഷെ എല്ലാ അമ്മൂമ്മമാർക്കും അങ്ങനെയൊന്നുമില്ല. എന്നാലും കുറച്ച് അമ്മൂമ്മമാർ അങ്ങോട്ട് അഡിക്റ്റ് ആവും പേരമക്കളുടെ കൂടെ അല്ലേ, കുഞ്ഞുമക്കളുടെ കൂടെ കളിക്കാനും ഇച്ചിരിക്കാനും ഒക്കെ. അതൊക്കെ നല്ല കാര്യങ്ങളാട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഇടാൻ തീരുമാനിച്ചു വെച്ചേക്കണേ. അമ്മൂമ്മമാരെ കുറിച്ച്, ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച്. അത് അച്ഛനായ അമ്മയാകാം, ഗ്രാൻഡ് മദറാകാം, ഗ്രാൻഡ് ഫാദറാകാം. നമുക്ക് ഒരു സമയം കഴിയുമ്പം നമുക്ക് ഇവരോട് നമ്മുടെ മക്കൾക്ക് കിട്ടാത്ത നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കണമെന്നും ഒരാഗ്രഹം ചിലർക്കുണ്ടാകും. നമ്മളെ മക്കൾക്ക് കൊടുത്തേക്കാളും നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കണം എന്നുണ്ടായിരിക്കും. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് സാധിക്കാത്ത എല്ലാം എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒത്തിരി പേരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് ലഭിക്കാത്തതൊക്കെ നമ്മുടെ മക്കളിലൂടെ സാധിച്ചെടുക്കുക എന്ന്. അതും കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് നമ്മുടെ ചെറുമക്കൾക്കൂടെ അതിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കണം. ആ ആഗ്രഹങ്ങളെല്ലാം ചെറുമക്കൾക്കും കൂടെ സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നവരും ഉണ്ട് അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങനെ ഏൽക്കണം ശരിയാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഗ്രാൻഡ് പേരൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഗ്രാൻഡ് പേരൻസിൻ്റെ ലെവലിൽ തന്നെ നമ്മൾ നിൽക്കാവുള്ളൂ. പേരൻസിന് അതിൻ്റെ എന്താ പറയുക, അനുവാദങ്ങൾ കൊടുക്കുക, അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക, അതാ വേണ്ടത് അല്ലേ. പേരൻസ് ആകുമ്പോൾ കുട്ടീനെ വളർത്തുന്നതും നമ്മളെങ്ങനെയാണോ നമ്മുടെ മക്കളെ വളർത്തിയത് അതിലും നന്നായിട്ട് അവർക്ക് വളർത്താൻ അറിയാം. പക്ഷെ അവരതുപോലെ വളർത്താൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഗൈഡൻസ് മാത്രം നമ്മൾ കൊടുക്കുക അല്ലേ. അതായത് കുഞ്ഞുങ്ങളെ നോക്കണതും ഒക്കെ. പിന്നെ ഇടയ്ക്ക് നമുക്ക് കൊഞ്ചിക്കുകയും അവരുടെ കൂടെ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യാം, അത് നല്ല കാര്യങ്ങളാണ്. എന്നും പറഞ്ഞ് കൊച്ചിനെ ഏത് സ്കൂളിൽ ചേർക്കണം നമ്മൾ അഭിപ്രായം പറയാൻ തുടങ്ങും. എന്ത് ചെയ്യണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ അഭിപ്രായം പറയാൻ തുടങ്ങും. എല്ലാ കാര്യത്തിനും മക്കളെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങും ഈ ഗ്രാൻഡ് പേരൻസ് അല്ലേ. അങ്ങനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അനുഭവമുള്ള ഒരു കഥ വെച്ചാണ് ഞാനീ പറയുന്നത്. നമുക്ക് മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ അങ്ങനെയല്ല ഞാൻ ചെയ്യാം അങ്ങനെയല്ല കൊടുക്കണ്ടേ, അങ്ങനെയല്ല വളർത്തണ്ടേ എന്ന് പറയും. സ്കൂളിൽ ചേർക്കുമ്പോഴും ഞാൻ പറയണ സ്കൂളിൽ ചേർത്താൽ മതി എന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേരൻസ് നിൽക്കരുത്. അതിനും കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അവരെവിടെയാണ് ചേർക്കുന്നതെങ്കിൽ ചേർക്കട്ടെ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടത്തിന് വിടുക. നമുക്ക് നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റോള് മാത്രം കൈകാര്യം ചെയ്താൽ മതി ഇല്ലേ. അതായത് കൊച്ചുങ്ങളുടെ കൂടെ കളിക്കുകയോ അല്ലെങ്കിൽ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന് പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. കുഞ്ഞുങ്ങളെ അധികം വളരുന്നത് അല്ലേ. മാതാപിതാക്കളും അച്ഛനും അല്ലെ ഗ്രാൻഡ് പേരൻസും തമ്മിലുള്ള വഴക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അത് ഒത്തിരി ബാധിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സ്നേഹവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുമക്കളുടെ കൂടെ ഡാൻസ് കളിക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്യുക. ഈ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും, പാവ് മേടിച്ചു കൊടുക്കും. പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ വള മാലയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പേരൻസ് ചെയ്യുക അല്ലേ. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയി ഇടപെടുന്നത് അത് ചിലപ്പോൾ ഒരു വഴക്കിലേക്ക് കാരണമാകും. ഞാൻ നല്ല കാര്യത്തിൽ തന്നെ ഇത് പറഞ്ഞു തരുന്നത്. അനുഭവം ഉള്ള ഒത്തിരി പേരുടെ കഥകൾ കേട്ടപ്പോഴാണ് ഞാനിതിങ്ങനെ പറയണത്. അതായത് എല്ലാ കാര്യത്തിലും ഗ്രാൻഡ് പേരൻസ് ഇടപെടുകയെന്നും പറഞ്ഞുകൊണ്ട് ഓരോ പെൺകുട്ടികളിരുന്ന് പറയും. അതേപോലെ ഒരു പെൺകൊച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര മടി. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടെ അമ്മ ഭയങ്കരമായിട്ട് ഉമ്മ വയ്ക്കുക. അത് തന്നെയെല്ലാം ഈ കുഞ്ഞിനെ പിടിച്ച്, അതായത് കുഞ്ഞിനെ ഉണ്ടായി കിടന്നപ്പോൾ കാണാൻ വന്നപ്പോഴൊക്കെയാണ് അമ്മയ്ക്ക് ഭയങ്കര ആവേശത്തിൽ ചെറുക്കൻ്റെ അമ്മ എടുത്ത് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തു. അവർക്ക് വൃത്തി കുറവാണ്. ഇങ്ങനെ ഒന്നും പറയരുത് ഒരിക്കലും ഒരു പെൺകുട്ടി. കാരണം അത് അവരുടെ കൊച്ചും കൂടെയാണ് അല്ലേ. അവർക്കതിനുള്ള അർഹതയുണ്ട്, അവർക്ക് താലോലിക്കാനും ഓമനിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അങ്ങനെയൊന്നും പെൺകുട്ടികൾ പറയാതെയും കൂടെ ഇരിക്കുക. അങ്ങനെയുള്ള പറയുന്ന പെൺപിള്ളേരുണ്ട്, അവരുടെ പോകുന്ന ഇഷ്ടമല്ല, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൊച്ചങ്ങ് നഷ്ടപ്പെട്ടു പോവോ, എങ്ങനെ അവരുടെ ആ രീതിയിലേക്ക് ആവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് ഒരു തെറ്റായ നടപടിയാണ്. അപ്പോൾ പിന്നെ അവർക്കും ആ കുഞ്ഞിനോടൊരു അവകാശം ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക.
പിന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുക, നമ്മുടെ സംസാരങ്ങൾ ഈ കൊഞ്ചിയുള്ള വർത്തമാനങ്ങൾ ആകാണ്ടിരിക്കുക. കൊഞ്ചി പറയുമ്പം മക്കൾ ഈ അക്ഷരങ്ങൾ തെറ്റായി ഉച്ചരിച്ച് ചില ചീത്ത വാക്കുകളൊക്കെ ഉച്ചരിക്കാനിട വരും. അതുകൊണ്ട് മക്കളോട് നേരായ രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ സംസാരിക്കുക. പിന്നെ എന്നാ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. നല്ല നല്ല വാക്കുകൾ, പുതിയ പുതിയ വാക്കുകൾ, അച്ഛനും അമ്മയും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് മക്കളിരിക്കണമെങ്കിൽ നമ്മൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പേരൻസ് ചെയ്യുക. അവരുടെ കൂടെ കളിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പുറത്തൊക്കെ യാത്രകൾ ചെയ്യുക കൊച്ചിനെയും കൊണ്ടൊക്കെ. ഈ കഥ ഞാൻ ഇടാൻ കാരണമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിന് അതിൻ്റെ ഹസ്ബൻഡിനും വൈഫിനും രണ്ടുപേർക്കും ജോലിയുണ്ട്. അപ്പം ജോലിക്ക് പോകാൻ നേരത്ത് അവരൊരു ജോലിക്കാരിനെ കൊച്ചിനെ നോക്കാൻ ഏർപ്പെടുത്തിയായിരുന്നു. അപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പം അവർ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പെൺകൊച്ചു പറഞ്ഞു, അച്ഛനും അമ്മയും ഇങ്ങനെ റിട്ടയർഡ് ആയിട്ടിരിക്കുമല്ലേ, അപ്പം പണിക്കാർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ല കൊച്ചിനെ നോക്കാൻ, നിങ്ങൾ നോക്കുമായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെന്നാ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരൊരു 9 മണി 10 മണി ആകുമ്പോഴേ കയറി വരുള്ളൂ, ഈ ഭാര്യയും ഭർത്താവും, കൊച്ചിൻ്റെ അച്ഛനും അമ്മയും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ശനിയും ഞായറും എല്ലാ ദിവസവും ഇവർ പോക്കായി. ഇവർക്ക് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഒരു എന്നാ പറയണേ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യത്തിനും ഇവർ ഈ കൊച്ചുങ്ങളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി. ഇവർക്കാണെങ്കിൽ മുട്ടുവേദന, നടുവേദന എന്ന് വേണ്ട സകല എല്ലാ സൈസ് അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഇവർക്കൊരു മടുപ്പ് തോന്നി തുടങ്ങി. അപ്പം ഇവരിങ്ങനെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറയുകയാണ്, മക്കൾ മനസ്സിലാക്കണ്ടേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങൾക്ക് ശാരീരിക ക്ഷീണങ്ങളൊക്കെ മക്കളല്ലേ മനസ്സിലാക്കണ്ടേ, അല്ലാണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞാണോ പറയേണ്ടത് എന്ന്. ഞാൻ പറയാതെ തന്നെ അവർ ചെയ്തു തരണ്ടല്ലേ, നിങ്ങളെന്നാൽ പുറത്തൊക്കെ ഒന്ന് പൊക്കോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പൊക്കോ എന്നൊക്കെ പറയേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചിന്തിച്ചു നോക്കിയോ, ശരിയല്ലേ അല്ലേ? അവർക്കും അതിൻ്റെതായ പ്രായത്തിൻ്റെ, അവർ ഇത്രയും കാലം പുറലോകം കാണാത്തവരായിരിക്കും അച്ഛനും അമ്മയും. അവർ രണ്ടുപേരും അധ്യാപകരായിരുന്നു. അപ്പം റിട്ടയർഡായി വന്നവരാ. അപ്പം ഒന്ന് ഓർത്തു നോക്കിക്കേ. അപ്പം അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളും കൂടി അവർക്ക് കൊടുക്കുക അല്ലേ? അതേപോലെ മക്കളെ വളർത്തുമ്പം എന്നാ പറയണേ, എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മക്കളെ ചെയ്യിക്കാനും ഒക്കെ നമ്മൾ കുഞ്ഞിലേ പഠിപ്പിച്ചു കൊടുക്കുക. അത് ഗ്രാൻഡ് പേരൻസിന് പറ്റുന്ന കാര്യം. ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുക. അതായത് പുരാണ കഥകളാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ. അതായത് നമ്മുടെ പൂർവികന്മാരുടെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള കഥകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നടന്നുകൊണ്ടല്ലോ, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു 7 വയസ്സുള്ള വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക. 7 വയസ്സ് കഴിയുമ്പോൾ പിള്ളേരെല്ലാം ശ്രദ്ധിക്കും. പിന്നെ കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തുമല്ലേ, അപ്പം അവരെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ പിന്നെ ചെയ്യാൻ തുടങ്ങുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ സംസാരവും മുഖഭാവവും എല്ലാം മക്കൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം അതും അങ്ങനെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൊച്ചു രീതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുടുംബജീവിതം ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്ന ആ പൊസിഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇല്ലേ? ചിലരുണ്ട് മക്കളെ അമ്മമാരെ മാത്രം, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് വിദേശത്തിന് കൊണ്ടുപോകുന്നത് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ വീടുകളുണ്ടല്ലേ ഇപ്പം. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. രണ്ടുപേരെയും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ വേറെ ആളെ ഏർപ്പെടുത്തുക അല്ലേ? അതല്ലേ നല്ലത്. ഒത്തിരി മാനസിക വിഷമം അനുഭവിക്കുന്ന, പ്രായമായിട്ട് 10-70 വയസ്സായിട്ട് മാനസിക വിഷമം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം അമ്മേനെ മാത്രം അങ്ങ് കൊണ്ടുപോയി, അച്ഛൻ ഇവിടെ കിടക്കണം. അമ്മയ്ക്കും വയ്യാത്ത സ്ത്രീയാണ്. അമ്മ പിന്നെ കരഞ്ഞു വിളിച്ചാണ് പോകുന്നത്, എനിക്ക് പറ്റില്ല എന്നാലും പോകാണ്ടിരിക്കാൻ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ലീന എന്ന് പറയണേ. പുള്ളിക്കാരി വിദേശത്താണ്. അമ്മേനെ മാത്രം കൊണ്ടുപോയി അച്ഛൻ ഇവിടെ കിടക്കുന്നു തന്നെ വീട്ടിൽ, വേറെ ആരുമില്ല. അച്ഛൻ എന്നിട്ട് പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് പോരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പുള്ളി ഇവിടെ ഹോട്ടലിൽ ഫുഡും കഴിച്ച് ഒരു ചായക്കടയിലാണ് പുള്ളിയുടെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ആ ചായക്കടയിൽ ദാമോദരൻ ചേട്ടനുണ്ട്. ആ പുള്ളിയുടെ കൂടെ ഇങ്ങനെ കൂട്ടും കൂടി അവിടെ പോയിരിക്കും. വൈകുന്നേരം വന്ന് വല്ലപ്പോഴും അവിടെ കിടന്നാലല്ലേ ചായക്കടയിൽ കിടന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് നടക്കുക. അമ്മ പോയിട്ട് ഇപ്പോൾ 2 വർഷം ആകാറായി. അങ്ങനെയൊക്കെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഈ ഗ്രാൻഡ് പേരൻസ്. അപ്പം നമ്മൾ മക്കളാണ് ആലോചിക്കേണ്ടത്. അമ്മേനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ഛൻ ഒറ്റയ്ക്കാവില്ല, അപ്പം അച്ഛനെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലാണ്ട് ഒരാളെ തന്നെ ഇട്ടിട്ട് പോകാതിരിക്കുക. അല്ലെങ്കിൽ അമ്മയ്ക്ക് പകരം വേറെ ആരെയെങ്കിലും അവിടെ വെക്കുക അല്ലേ? ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് നല്ലൊരു റോളാണ്. അത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റൂലേ?
പിന്നെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ ഗ്രാൻഡ് പേരൻസിന് മക്കളെയും കൊണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് നടക്കാനൊക്കെ പറ്റും. നെഗറ്റീവ് വശമുണ്ട്, ഇതിന് പോസിറ്റീവ് വശമുണ്ട് അല്ലേ. ഇത് രണ്ടും ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു പോയി. നെഗറ്റീവും പറഞ്ഞു പോയി, പോസിറ്റീവും പറഞ്ഞു പോയി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മക്കളോട് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുകയും കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഗ്രാൻഡ് പേരൻസ് ആയിട്ടിരിക്കുന്നവർക്ക് ഇല്ലേ. പിന്നെ ഗ്രാൻഡ് പേരൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതോടുകൂടി തീരുമായിരിക്കും മിക്കവാറും പേര്. പിന്നെ ഒരു മുതുമുത്തച്ഛൻ എന്നുള്ള റോളൊക്കെ അപൂർവം വല്ലവർക്കും കിട്ടിയെങ്കിലായി, അങ്ങനെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൊസിഷനാണ് ജീവിതത്തിൻ്റെ. അപ്പം അത് പരമാവധി എൻജോയ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ജീവിതം സന്തോഷകരമായിട്ട് പോകും, ദുഃഖങ്ങളിലാകും. മിക്കവാറും പേരക്കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമായിട്ടാണ് മാതാപിതാക്കൾ എടുക്കുന്നത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അവർ ദുഃഖത്തിലേക്കും പോകുന്നത് കാണാം. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, മക്കളോട് പറയാനും പറ്റില്ല, ഇവർക്ക് കൊച്ചിനൊട്ട് നോക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് വരാനും സാധ്യതയുണ്ട്. പിന്നെ ചില ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, കൈ കിട്ടുന്ന ശമ്പളം മുഴുവൻ, ശമ്പളവും പെൻഷൻ കാശും ഒക്കെ ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കും. അവർക്ക് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കാം, മാല, അങ്ങനെയുള്ള വള, അങ്ങനെയൊക്കെയുള്ള വാങ്ങിക്കൊടുക്കാം. അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള സന്തോഷത്തിനുള്ള എന്ത് സാധനവും വാങ്ങിക്കൊടുക്കാം. അവരുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുന്നവരുമുണ്ട്. അതായത് സ്വർണം മേടിച്ചു വയ്ക്കുക, വസ്തു മേടിച്ചു വയ്ക്കുക, മക്കൾക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കണം ഇല്ലേ. ഗ്രാൻഡ് പേരൻസിന് ഒരു പരിധി കഴിഞ്ഞുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നതിൽ ഒഴിവാകുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. കാരണം മക്കൾക്കൊരു ഉത്തരവാദിത്തത്തിലേക്ക് വരണം, അവർ ചെയ്യണം. അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ഗ്രാൻഡ് പേരൻസിന് മക്കളെ വളർത്തി കെട്ടിച്ചു വിട്ട് അവരുടെ മക്കളാവുന്നവരെയുള്ള റോളുകളേ ഉള്ളൂ. അവരെ വിദ്യാഭ്യാസം കൊടുത്ത് ആ നിലയിൽ വരെ ഗ്രാൻഡ് പേരൻസ് എത്തിച്ചില്ലേ. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തം. അവരുടെ മക്കൾ പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടയോ, സ്വത്ത് സമ്പാദിക്കണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട അവരുടെ ഉത്തരവാദിത്തം ഇല്ലേ. അങ്ങനെ എല്ലാ കാര്യത്തിലൊന്നും ഗ്രാൻഡ് പേരൻസ് ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ. കുറച്ചൊക്കെ ഒരു ലിമിറ്റിൽ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണം.